ചരിത്രപ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് ശനിയാഴ്ച മുതൽ തുടക്കം കുറിക്കും. 9 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന്റെ ഭാഗമായി മതപ്രഭാഷണം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ചരിത്രപ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബീവി മഖാം ഉറൂസിന് ശനിയാഴ്ച രാവിലെ 9:45 മഖാം സിയാറത്തോടെ തുടക്കമാകും. 10 മണിക്ക് JP അബ്ദുള്ള പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഹാജി സയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി അധ്യക്ഷത വഹിക്കും. സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഉസ്മാൻ റാസി ബാഖഫി ഹൈത്തമി പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 12-ന് നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഉത്തര മലബാറിലെയും ദക്ഷിണ കർണാടകയിലെയും പ്രസിദ്ധ സിയാറത്ത് കേന്ദ്രമായ പൈക്കം മണവാട്ടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മണവാട്ടി ബീബി റഹ്മത്തുള്ളാഹി അലൈഹ അവരുടെ സ്മരണക്കായി വർഷം തോറും നടത്തിവരാറുള്ള ഉറൂസ് 2026 ഏപ്രിൽ 4 മുതൽ 12 വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 4-ന് രാവിലെ പൈക്കം ഖാദി സയ്യിദ് മുഹമ്മദ് മദനി തങ്ങളുടെ മഖാം സിയാറത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടി ഉറൂസ് കമ്മിറ്റി ചെയർമാൻ JP അബ്ദുള്ള പതാക ഉയർത്തുന്നതായിരിക്കും. സമയം രാവിലെ 9 മണി. 9 ദിവസക്കാലം നടക്കുന്ന പരിപാടിയിൽ കേരളത്തിലെയും കർണാടകയിലെയും പ്രഗത്ഭ പണ്ഡിതന്മാരും സൂഫി വര്യന്മാരും സാദാത്തികളും സംബന്ധിക്കുന്നതാണ്. പരിപാടിയുടെ ഉദ്ഘാടനം സയ്യിദ് അലി തങ്ങൾ നിർവഹിക്കുകയും അതേപ്രകാരം സമാപനം പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന നടക്കുന്നതോടുകൂടി സമാപന സമ്മേളനം നടക്കുകയും ചെയ്യും. ഏപ്രിൽ 12-നാണ് സമാപനം. 13-ാം തീയതി രാവിലെ തിങ്കളാഴ്ച 7 മണിക്ക് അന്നദാനത്തോടുകൂടി പരിപാടി അവസാനിക്കുന്നു. ഹാജി സയ്യിദ് മുഹമ്മദ് തങ്ങൾ മദനി, JP അബ്ദുള്ള, BA അബ്ദുൾ റസാഖ്, കുഞ്ഞാമു ഹാജി, OP ഹനീഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.